ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇന്ന് കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. കുറച്ച് ഓണം ഷോപ്പിംഗ് ചെയ്യണം. കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ അപ്പോൾ പോകുന്നുണ്ടാവും. പിന്നെ ഒരു നല്ല കഫേ പോയി ഫുഡ് കഴിക്കണം. പിന്നെ ചിലപ്പോൾ ഓരിയോൺ മാളിലും പോകുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വ്ളോഗ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഇൻട്രൊഡക്ഷനും അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ നോക്കാം. സോ കീപ് വാച്ചിങ്. സോ ഔട്ട്ഫിറ്റ് ചെക്ക്. കുറേ ഷോപ്പിങ്ങും കുറേ നടക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ വെയർ. ഹായ്, അപ്പോൾ ഞാനിവിടെ ഒരു കഫേയിൽ ഒരു ബ്രഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അനഘ, ഞാൻ പാലക്കാട്ടുകാരിയാണ്. ഇവിടെ ബാംഗ്ലൂരിൽ ഡെലോയിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് റീൽസൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ യൂട്യൂബിലും വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് മഷ്റൂം ചീസ് ക്രോസോൺ, പിന്നെ ഒരു വിയറ്റ്നാമീസ് കോഫിയും. എൻ്റെ ഫേവറേറ്റ് ആണ് വിയറ്റ്നാമീസ് കോഫി. നിങ്ങളെപ്പോഴെങ്കിലും ട്രൈ ചെയ്യണം തേർഡ് വേവ് കോഫിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ നേരെ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് പ്ലേസായ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോയി. ഇവിടെയാണ് കേട്ടോ മൈസൂർ സാരി ഉദ്യോഗമൊക്കെ. കമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ ഈ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ആദ്യം ഞാനൊരു ചുരിദാർ നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്, അമ്മയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. നല്ല കോട്ടൺ ഓർഗൻസ ചുരിദാർ മെറ്റീരിയൽസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ കളേഴ്സും അടിപൊളി. ഈ പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡ് എടുക്കണോ അതോ ഈ പർപ്പിൾ ഷെയ്ഡ് എടുക്കണോ എന്നായിരുന്നു കൺഫ്യൂഷൻ. പക്ഷേ അങ്ങനെ കുറേ ആലോചിച്ച് ഞാൻ അവസാനം ലാവൻഡർ ഷെയ്ഡ് തന്നെ എടുത്തു. അപ്പോൾ ഇത് സെലക്റ്റഡ്. ഇന്ന് കമ്പാരിറ്റീവ്ലി തിരക്ക് നല്ല കുറവായിരുന്നു. ഈ ഒരു ലൈനിൽ മിനിസോ, പിന്നെ ജൈവ, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്സും അല്ലാത്ത ഷോപ്സും ഉണ്ട്. ബ്രൈഡൽ വെയറിന് കമേഴ്ഷ്യൽ സ്ട്രീറ്റ് അടിപൊളിയാണ്. നോക്കൂ എന്ത് ഭംഗിയാണ് ഈ ഷരാര സെറ്റും ലെഹങ്കയൊക്കെ. നമുക്ക് ബാർഗെയിൻ ചെയ്യാനും പറ്റും ഷോപ്സിൽ. ഞാനപ്പോൾ കുറച്ച് ടോപ്സ് നോക്കാൻ വേണ്ടി കയറിയതാണ്. ഇത് ബ്രാൻഡഡ് പ്രൊഡക്ട്സിൻ്റെ ഫസ്റ്റ് കോപ്പിയാണെന്നാണ് ഇവർ പറയുന്നത്. കാരണം ഭയങ്കര വില കുറവായിരുന്നു, 250, 300 ആ ഒരു റേറ്റിൽ. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സും ഒക്കെ കിട്ടും. ഡ്രസ്സസൊക്കെ 400 ആണ് സ്റ്റാർട്ടിങ്. പിന്നെ ഷർട്ട്സ്, ഫോർമൽ ഷർട്ട്സ്, ഡെനിം ഷർട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഷോപ്പിൽ അടിപൊളി ബാഗ്സ് കളക്ഷൻ ഉണ്ട്. നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി ബാഗ് കിട്ടും. ചിലത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മൾ കുറേ നടന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ ടാസ്ക്. പിന്നെ ഈ ഒരു ഷോപ്പിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ കളക്ഷൻ ഉണ്ട്. കൊറിയൻ ടോപ്സ്, ഡ്രസ്, ക്രോപ്പ് ടോപ്സ് എല്ലാം കിട്ടും ഇവിടെ. കമേഴ്ഷ്യൽ സ്ട്രീറ്റ് വരികയാണെങ്കിൽ ഈ ഷോപ്പ് എന്തായാലും മിസ് ചെയ്യരുത്. അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇവിടെ കുറേ ചോയ്സസ് ഉണ്ട്. പിന്നെ ട്രയൽ ചെയ്യാൻ ട്രയൽ റൂം ഫെസിലിറ്റിയും ഉണ്ട്. പിന്നെ ഈ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഷോപ്പ് സൈഡിൽ ഞാൻ കണ്ടു. അങ്ങനെ ഡൺ വിത്ത് കമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ഇനി നെക്സ്റ്റ് ഓരിയോൺ മാൾ. അപ്പോൾ ഇതാണ് രാജാജി നഗറിലെ ഓരിയോൺ മാൾ. ഇവിടുന്ന് എനിക്ക് ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ നിന്നൊരു ലിപ്സ്റ്റിക്ക് ട്രയൽ ചെയ്ത് വാങ്ങണം എന്നുണ്ട്. പിന്നെ വെറുതെ ജസ്റ്റ് ഏതെങ്കിലും ഷോപ്പിൽ എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടോ എന്നുകൂടെ നോക്കണം. അപ്പം നേരെ ഞാൻ ഷേംബർ ലിപ്സ്റ്റിക്കിൻ്റെ സൈഡിലേക്കാണ് പോയത്. എനിക്ക് ആ ബ്രാൻഡിൻ്റെ ആയിരുന്നു വേണ്ടത്. അവരെനിക്ക് ലിപ്സ്റ്റിക്ക് സ്വാച്ച് ചെയ്ത് കാണിച്ചു തന്നു. എനിക്കൊരു ന്യൂഡ് പിങ്ക് ഷെയ്ഡായിരുന്നു വേണ്ടിയിരുന്നത്. ഷേംബറിൻ്റെ ലിപ്സ്റ്റിക്ക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ അവിടെ എന്തോ ചെറിയൊരു ഓഫറും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്ത് അവസാനം ഞാൻ എൻ്റെ ഷെയ്ഡ് കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ 3 സെൻറ്ററിലുള്ളതാണ് ഞാൻ എടുത്തത്. ആ ഷെയ്ഡ് തന്നെയായിരുന്നു ഞാൻ നോക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അടിപൊളി ബാഗ്സും കുർത്താസും ഒക്കെ അവിടെ ഉണ്ട്. ഷോപ്പേഴ്സ് സ്റ്റോപ്പിലെ ഒട്ടുമിക്ക ബ്രാൻഡ്സും ഉണ്ടാവും. പക്ഷേ അത്ര ക്യാച്ചി ആയിട്ടൊന്നും കണ്ടില്ല. വെറുതെ ഞാനിങ്ങനെ എന്തൊക്കെയാണ് പുതിയ കളക്ഷൻ എന്ന് നോക്കി സമയം കളഞ്ഞു. പിന്നെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ പോയത് കാരണം ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐസ് ടീ വാങ്ങിച്ചു. പിന്നെ ഓരോ മോളിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടീസ് ഉണ്ടാവും. ഇന്ന് എന്തൊക്കെയോ കുട്ടികൾക്കുള്ള എന്തൊക്കെയോ ഒരു ഷോ ആയിരുന്നു. ഇതുപോലത്തെ സംഭവം. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ട്രെയിനും ഒക്കെ ഉണ്ട്. ഈ ഒരു സ്ഥലം ആക്ച്വലി നല്ല വൈബാണ്. ഓരോ മോളിൻ്റെ തൊട്ടടുത്ത് കുറച്ച് നടക്കാനുള്ള ദൂരത്തിൽ തന്നെ സൂപ്പർ ഫേമസ് രാമേശ്വരം കഫേ ഉണ്ട്. ഇവിടെ പിന്നെ എപ്പോഴും ഇത്ര തിരക്കുണ്ടാവും. നമുക്ക് തന്നെ ഇവിടെ ഇങ്ങനെ ഓർഡർ ചെയ്യാം. ഞാൻ പ്ലെയിൻ ഇഡ്ഡലിയാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട് പൊടി ഇഡ്ഡലിയാണ് പറഞ്ഞത്. ആദ്യം ഇഡ്ഡലി എടുത്ത്, പൊടി ഇഡ്ഡലി ആണെങ്കിൽ
ആദ്യം അവർ പൊടി നല്ലോണം ഇടും. അതിന് ശേഷം ദേ ആ ഫുൾ ഗീ ഡയറക്റ്റ് നേരെ അത്രയും അതിലേക്ക് ഒഴിക്കുകയാണ്. അത് കാരണമാണ് ഞാൻ പ്ലെയിൻ ഇഡ്ഡലി പറഞ്ഞത്. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ്, പക്ഷെ അത്രയും ഹെവിയാണ്. എനിവേ ഞാൻ പ്ലെയിൻ ഇഡ്ഡലിയാണ് പറഞ്ഞത്. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യാലിറ്റി. ഹായ് ഗായ്സ്, സോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീടെത്തി. സോ വ്ളോഗ് എൻഡ് ചെയ്യണതിന് മുന്നേ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ച 2 ടോപ്സ് കാണിച്ചു തരാം. ഒന്ന് ഈ ബ്ലൂ ടോപ്പ്, പിന്നെ ഈ ഒരു പിങ്ക് ഷർട്ട്. ഇതൊക്കെ ഒരു 200-250 ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത്. അപ്പോൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ മാത്രമായിട്ട് ഞാൻ വേറെ വ്ളോഗ് ഇടാൻ പ്ലാൻ ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.